നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God, Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദാമ്പത്യം തകർന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ ജില്ലയിൽ കൂടി വരുന്നതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. താൻ നിലയുറപ്പിച്ച മുന്നണിയുടെ നിലപാടുകളിൽ തെറ്റ് സംഭവിച്ചാലും അത് ചൂണ്ടിക്കാണിക്കാൻ ആർജവം കാണിച്ച നേതാവായിരുന്നു AC ഷൺമുഖദാസ് എന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. കോൺഗ്രസ് ഇന്ത്യൻ ഭരണഘടനയെ കളിപ്പാട്ടമായി ഉയർത്തി കാണിക്കുമ്പോൾ BJP ഭരണഘടനയെ പ്രാണവായു പോലെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് BJP നേതാവ് MT രമേശ്. ലഹരി ഉപയോഗത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ തുറന്ന ചർച്ച നടത്തണമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. ഓഡിറ്റ് നടത്തി തീവണ്ടി യാത്രാ സുരക്ഷ റെയിൽവേ ഉറപ്പുവരുത്തണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ദാമ്പത്യം തകരുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ ജില്ലയിൽ കൂടി വരുന്നതായി വനിതാ കമ്മീഷൻ. കലക്ടറുടെ നേതൃത്വത്തിൽ പ്രാദേശിക തല പരാതി പരിഹാര സംവിധാനം ഉണ്ടെങ്കിലും അവ കാര്യക്ഷമമല്ലെന്നും വനിതാ കമ്മീഷൻ ജില്ലാതല സിറ്റിംഗിന് ശേഷം അധ്യക്ഷ പി സതീദേവി പ്രതികരിച്ചു. ബുധനാഴ്ച നടന്ന വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ 12 പരാതികൾ തീർപ്പാക്കി. 5 എണ്ണത്തിൽ റിപ്പോർട്ട് തേടി. 65 എണ്ണം അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. ആകെ 82 പരാതികളാണ് വനിതാ കമ്മീഷന് പരിഗണനയ്ക്കായി വന്നത്. പരാതി പരിഹാര സംവിധാനം കാര്യക്ഷമമാക്കണമെന്ന് സിറ്റിംഗിന് ശേഷം വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. വിവാഹം കഴിഞ്ഞ് ചുരുങ്ങിയ കാലം ജീവിച്ച ശേഷം ചെറിയ കാരണം പറഞ്ഞ് ഭർത്താവ് ഉപദ്രവിക്കുന്നതായുള്ള പരാതികൾ കൂടുകയാണ്. അയൽപ്പക്ക ബന്ധങ്ങൾ കുറ്റമറ്റതാക്കണമെന്നും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള വാർഡ് തല ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും സതീദേവി പറഞ്ഞു. വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് വരനും വധുവും വിവാഹപൂർവ്വ കൗൺസിലിംഗ് നേടിയെന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നത് പരിഗണിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. കമ്മീഷന് മുമ്പാകെ വന്നിട്ടുള്ള പരാതികളിലേറെയും ഗാർഹിക ചുറ്റുപാടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. പലപ്പോഴും അതിസങ്കീർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഒരു സാഹചര്യം അത് മറ്റ് ജില്ലകളിലുള്ളതുപോലെ കോഴിക്കോട് ജില്ലയിലും ഉണ്ട് എന്നുള്ളതാണ് ജില്ലയിൽ നടന്നിട്ടുള്ള സിറ്റിങ്ങിൽ ഇന്ന് വന്നിട്ടുള്ള പരാതികളിലൂടെ വ്യക്തമാവുന്നത്. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ വളരെ വിവാഹശേഷം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ശിഥിലമാക്കപ്പെടുന്ന അവസ്ഥ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ, ഡയറക്ടർ ഷാജി സുഗുണൻ, അഭിഭാഷകരായ റീന സുകുമാരൻ, ജെമിനി, അഭിജ, കൗൺസിലർമാരായ ജിൻസി, ജിഷ, വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ദിവ്യശ്രീ എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. താൻ നിലയുറപ്പിച്ച മുന്നണിയുടെ നിലപാടുകളിൽ തെറ്റ് സംഭവിച്ചാലും അത് ചൂണ്ടിക്കാണിക്കാൻ ആർജവം കാണിച്ച നേതാവായിരുന്നു AC ഷൺമുഖദാസ് എന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. പ്രിയ നേതാവിന്റെ ചരമവാർഷികത്തിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NCP നേതാവും മുൻ മന്ത്രിയുമായ AC ഷൺമുഖദാസിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് എരഞ്ഞിക്കലിലെ അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ പുഷ്പാർച്ചന നടത്തി. എക്കാലവും ഇടതു സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ഉറച്ചുനിന്ന് മുന്നോട്ടു പോയ വ്യക്തിത്വമായിരുന്നു AC ഷൺമുഖദാസിന്റേതെന്ന് അദ്ദേഹം പറഞ്ഞു. സുഹൃത്തുക്കളാണെങ്കിലും ശരി, അപ്പുറത്തും ഒരേ വേദിയിലിരുന്നുകൊണ്ട് പോലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാൻ ഒരിക്കലും ഷൺമുഖദാസ് മടിക്കാണിച്ചിട്ടില്ല. കെ ആന്റണിയെ പോലെ, വയലാർ രവിയെ പോലെയൊക്കെയുള്ള നേതാക്കന്മാരുമായി ഷൺമുഖദാസ് ഉണ്ടായിരുന്ന ആത്മബന്ധം എന്തായിരുന്നു എന്നിവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. പക്ഷേ വികാരം കൊണ്ട് ക്ഷോഭിച്ച് അവരുടെ മുഖത്ത് വിരൽ ചൂണ്ടി നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അദ്ദേഹം പറയുന്ന നിരവധി സന്ദർഭങ്ങൾക്ക് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. ചടങ്ങിൽ വനമന്ത്രി AK ശശീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. NCP ജില്ലാ വൈസ് പ്രസിഡന്റ് TP വിജയൻ അധ്യക്ഷനായിരുന്നു.
ഷൺമുഖദാസിന്റെ ഭാര്യ ഡോക്ടർ കെ പാറുക്കുട്ടി, NCP സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ TN ശിവശങ്കരൻ, M ആലിക്കോയ, PV അജ്മൽ, മജീദ് എടവണ്ണ, P സുധാകരൻ, കോർപ്പറേഷൻ കൗൺസിലർമാരായ VP മനോജ്, SM തുഷാര, VP സഫീന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോൺഗ്രസ് ഇന്ത്യൻ ഭരണഘടനയെ കളിപ്പാട്ടമായി ഉയർത്തിക്കാണിക്കുമ്പോൾ BJP ഭരണഘടനയെ പ്രാണവായു പോലെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് BJP നേതാവ് MT രമേശ്. BJP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ചിന്താ സായാഹ്നം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ ഭരണഘടന അട്ടിമറിയും ജനാധിപത്യ ധ്വംസനവും എന്ന വിഷയത്തിൽ BJP ജില്ലാ കമ്മിറ്റി ചിന്താ സായാഹ്നം സംഘടിപ്പിച്ചു. അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട കാലഘട്ടങ്ങളിൽ കേരളത്തിൽ കൊടിയ മർദ്ദനങ്ങൾക്ക് നേതൃത്വം നൽകിയത് K കരുണാകരനായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. രാജൻ കൊലക്കേസിൽ ഇന്ദിരാഗാന്ധിക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നതിനായി K കരുണാകരൻ കോടതിയിലും നിയമസഭയിലും കള്ളം പറയാൻ തയ്യാറായി. സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ നിരവധി പേരെ കൽത്തുറുങ്കിലടച്ച് പീഡിപ്പിച്ചിട്ടും യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ പെരുമാറിയ K കരുണാകരനെ മഹത്വവൽക്കരിക്കാൻ കേരള ജനത തയ്യാറാവില്ലെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കമലാനന്ദന്റെ മരണത്തിന് ശേഷം ജവഹർലാൽ നെഹ്റു ഒരു കല്യാണം കൂടി കഴിക്കാൻ ആഗ്രഹിച്ചു. അന്ന് ജവഹർലാൽ നെഹ്റുവിനോട് ഇന്ദിരാഗാന്ധി നടത്തിയിട്ടുള്ള കലാപങ്ങൾ അത് പിൽക്കാലത്ത് വളരെ പ്രസിദ്ധമാണ്. വിജയലക്ഷ്മി പണ്ഡിറ്റുമായി ഇന്ദിരാഗാന്ധി നടത്തിയിട്ടുള്ള തർക്കങ്ങൾ അതും ചരിത്രത്തിന്റെ ഭാഗമാണ്. നെഹ്റു കുടുംബത്തിൽ എല്ലാവരോടും എന്തിനാണ് ഇന്ദിര കലഹിച്ചത്? ആ കുടുംബത്തിലെ എല്ലാവരോടുമായും എന്തിനാണ് ഇന്ദിര യുദ്ധം പ്രഖ്യാപിച്ചത്? രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ വളർത്തിയെടുത്തിട്ടുള്ള എല്ലാവരോടും എന്തിനാണ് ഇന്ദിര കലാപം ഉണ്ടാക്കിയത്? അതിന്റെ എല്ലാം പുറകിൽ ഞാൻ സൂചിപ്പിച്ചത് ഇന്ദിരാഗാന്ധി എന്ന വ്യക്തിയുടെ മാനസിക വ്യാപാരം ഒരു പ്രധാനപ്പെട്ടതായിരുന്നു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ അധ്യക്ഷനായിരുന്നു. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ജയിലിലടയ്ക്കപ്പെട്ട നിരവധി സമര പോരാളികളെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന ലീഗൽ സെൽ കൺവീനർ P കൃഷ്ണദാസ്, മേഖലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ മാസ്റ്റർ, OBC മോർച്ച സംസ്ഥാന പ്രസിഡന്റ് NP രാധാകൃഷ്ണൻ, ജനറൽ സെക്രട്ടറിമാരായ M മോഹനൻ, E പ്രശാന്ത് കുമാർ, വൈസ് പ്രസിഡന്റുമാരായ ഹരിദാസ് പൊക്കിനാരി, അഡ്വക്കേറ്റ് KV സുധീർ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലഹരി ഉപയോഗത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ തുറന്ന ചർച്ച നടത്തണമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനത്തിൽ മാനാഞ്ചിറ സ്ക്വയറിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. ലഹരിക്കെതിരെ 2000-ഓളം വിദ്യാർത്ഥികൾ ചേർന്ന് മാനാഞ്ചിറയ്ക്ക് ചുറ്റും സൗഹൃദ മതിൽ തീർത്തത് നഗരത്തിന് നവ്യാനുഭവമായി. കൈകൾ കോർത്തു പിടിച്ച് നഗരത്തിലെ വിവിധ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടം, സാമൂഹ്യനീതി വകുപ്പ്, നാഷാമുക്ത് ഭാരത് അഭിയാൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള NSS, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, SPC കേഡറ്റുകൾ സജീവ പങ്കാളിത്തം വഹിച്ചു. മാനാഞ്ചിറ സ്ക്വയറിൽ 800 വിദ്യാർത്ഥികൾ ചേർന്ന് ഒരുക്കിയ നോ ടു ഡ്രഗ്സ് ഇലസ്ട്രേഷന് ജില്ലാ കളക്ടറുടെ ഇന്റേൺഷിപ്പ് പദ്ധതിയിലുള്ള വിദ്യാർത്ഥികൾ നേതൃത്വം നൽകി. ലഹരി ഉപയോഗത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ തുറന്ന ചർച്ച നടത്തണമെന്ന് പരിപാടിയിൽ സംസാരിച്ച ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. എങ്കിൽ മാത്രമേ ലഹരി എന്ന വിപത്ത് തിരിച്ചറിഞ്ഞ് ചെറുക്കാൻ കഴിയുകയുള്ളൂ എന്നും തന്റെ ഒരു കൂട്ടുകാരനും കൂട്ടുകാരിയും ലഹരിയുടെ പിടിയിൽ ഇല്ല എന്ന് ഓരോ വിദ്യാർത്ഥിയും ഉറപ്പാക്കണമെന്നും ജില്ലാ കളക്ടർ കുട്ടികളോട് ആവശ്യപ്പെട്ടു. പുതിയ മാസ് ക്യാമ്പയിൻ മൂലം നമുക്ക് ഈ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു ചർച്ച വേണം. ഡ്രഗ് യൂസ് എന്താണ്, എന്തുകൊണ്ടാണ് ഡ്രഗ് യൂസിന്റെ പ്രോബ്ലം? അത് നിങ്ങൾക്ക് സൈഡിലെ ഒരു ചർച്ച ആവുമ്പോൾ നമുക്ക് പ്രശ്നം പരിഹാരപ്പെടാം. നിങ്ങളുടെ ഫ്രണ്ട് ആണെങ്കിൽ, നിങ്ങളുടെ ഒരു സുഹൃത്താണെങ്കിൽ അവർക്ക് സംസാരിക്കാം, ഈ ഡ്രഗ് യൂസ് ശരിയല്ല. അഡൾട്ട്സിന്റെ ഹെൽപ്പ് വാങ്ങണം, ടീച്ചേഴ്സിന്റെ ഹെൽപ്പ് വാങ്ങണം, പേരൻസിന്റെ ഹെൽപ്പ് വാങ്ങണം. ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നാണ് ഈ വർഷത്തെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പ്രമേയം. SBI കോഴിക്കോട് റീജിയണൽ മാനേജർ സഞ്ജീവ് TB വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. DDE മനോജ് കുമാർ C, ഡോക്ടർ രശ്മി ത്രിപാഠി, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധി സന്തോഷ് എന്നിവർ സംസാരിച്ചു. സാമൂഹ്യനീതി ഓഫീസർ M അഞ്ജു, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ അബ്ദുൽ കരീം CP എന്നിവരും സന്നിഹിതരായിരുന്നു. ടൗൺ ഹാളിൽ നിന്നും വിദ്യാർത്ഥികൾ നടത്തിയ ലഹരി വിരുദ്ധ റാലി മാനാഞ്ചിറ ചുറ്റി സ്ക്വയറിൽ സമാപിച്ചു. കൊളത്തറ, കാലിക്കറ്റ് ഓർഫണേജ്, ITE,
നടക്കാവ് ഹോളി ക്രോസ് കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ ദൃശ്യാവിഷ്കാരം അവതരിപ്പിച്ചു. പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഓഡിറ്റ് നടത്തി തീവണ്ടി യാത്രാ സുരക്ഷ റെയിൽവേ ഉറപ്പുവരുത്തണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. റെയിൽവേയുടെ ഗുരുതര സുരക്ഷാ വീഴ്ചയെ തുടർന്നുണ്ടായ അപകടങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്നും വർക്കിംഗ് ചെയർമാൻ CE ചാക്കുണ്ണി പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന തീവണ്ടി അപകടങ്ങളിൽ സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്തി ഉടൻ പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ CE ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. ആവർത്തിച്ചു വരുന്ന അപകടങ്ങളും ദുരന്തങ്ങളും കാരണം എണ്ണമറ്റ ജീവനുകൾ അപഹരിക്കപ്പെടുന്നു, സ്വത്തുക്കൾക്കും ഭീമമായ നഷ്ടമുണ്ടാക്കുന്നു. അപകടങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തിയാലും അവയുടെ പരിഹാര നടപടികൾ അപര്യാപ്തമാണ്. പുറം കരാർവൽക്കരണം പുനഃപരിശോധിക്കാനോ മതിയായ ജീവനക്കാരോ ലഭ്യമാക്കാനോ നടപടികൾ സ്വീകരിക്കാൻ റെയിൽവേ തയ്യാറാകുന്നില്ല. ലോക്കോ പൈലറ്റുമാരടക്കമുള്ള റണ്ണിംഗ് സ്റ്റാഫുകളുടെ ഒഴിവ് നികത്തണമെന്നാവശ്യപ്പെട്ട് കോൺഫെഡറേഷൻ നിരന്തരം ബന്ധപ്പെട്ടവരുമായി കത്തിടപാടുകൾ നടത്തിവരികയാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. അതോടൊപ്പം യാത്രക്കാരും ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. പല തീവണ്ടികൾ കല്ലേറ് വരുന്നുണ്ട്, അപകടങ്ങൾ വരുന്നുണ്ട്. മുൻകാലത്തേക്കാൾ തീവണ്ടികളുടെ വേഗതയും ഭാരവും കൂടിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള റെയിൽപാളങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കണമെന്ന് നമുക്കറിയില്ല. എങ്കിലും സമഗ്രമായ ഓഡിറ്റ് രണ്ട് കാര്യത്തിൽ, സുരക്ഷാ കാര്യത്തിലും പാസഞ്ചർ അമിറ്റേഴ്സ് കാര്യത്തിലും സുരക്ഷ ഓഡിറ്റ് നടത്തി പരിഹരിക്കാൻ വേണമെന്നാണ് അസോസിയേഷൻ പ്രധാനമായിട്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. അതിന് അനുകൂല മറുപടികളും നടപടികളും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപകടങ്ങളുടെ യഥാർത്ഥ കാരണം തിരിച്ചറിഞ്ഞ് അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടാവാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും ദുരന്തങ്ങൾക്ക് ഇരയാകുന്നവരുടെ കുടുംബങ്ങൾക്ക് തക്കതായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രിക്ക് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ദേശീയ ചെയർമാൻ ഡോക്ടർ AV അനൂപ്, വർക്കിംഗ് ചെയർമാൻ CE ചാക്കുണ്ണി, കേരള റീജിയൻ കൺവീനർ A ശിവശങ്കരൻ എന്നിവർ നിവേദനം സമർപ്പിച്ചതായും CE ചാക്കുണ്ണി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മികച്ച രീതിയിൽ 4G സർവീസ് എത്രയും വേഗം BSNL-ൽ നടപ്പാക്കണമെന്നും രാജ്യത്തെ സാധാരണക്കാർക്കു കൂടി പ്രാപ്യമായ രീതിയിൽ വ്യാപകമാക്കണമെന്നും സഞ്ചാർ നിഗം എക്സിക്യൂട്ടീവ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന വിശദാംശങ്ങൾ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 28-29 തീയതികളിലാണ്, നാളെയും മറ്റന്നാളുമായിട്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്നത്. കാലിക്കറ്റ് ടവർ എന്ന ഹോട്ടലിലാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പൊ ഇതിന് നമ്മുടെ എല്ലാ ജില്ലകളിൽ നിന്നും BSNL-ന്റെ എക്സിക്യൂട്ടീവ് മേഖലയിൽ പ്രവർത്തിക്കുന്ന SNEയുടെ പ്രവർത്തകരുടെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. BSNL-യുമായിട്ട് ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് സംഘടനാ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ, BSNL-ന്റെ പൊതുവെയുള്ള പ്രശ്നങ്ങൾ, BSNL-നെ മുന്നോട്ട് നയിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഒക്കെ വളരെ വിശദമായി ചർച്ച ചെയ്യുകയും ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ഏത് തരത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് തീരുമാനിക്കുന്ന, ചർച്ച ചെയ്യുന്ന, ആസൂത്രണം ചെയ്യുന്ന ഏറ്റവും വിപുലമായ ഒരു സമ്മേളനമാണ് സംസ്ഥാന സമ്മേളനം. അത് 3 വർഷത്തിലൊരിക്കലാണ് നമ്മൾ നടത്താറ്. BSNL എക്സിക്യൂട്ടീവ് ജീവനക്കാരുടെ സംഘടനയായ SNEA 26ാം സംസ്ഥാന സമ്മേളനത്തിന് ജൂൺ 28-ന് തുടക്കമാകും. കാലിക്കറ്റ് ടവറിൽ നടക്കുന്ന സമ്മേളനം 2 ദിവസം നീണ്ടു നിൽക്കും. SNEA ജനറൽ സെക്രട്ടറി MS അറ്റ്സൂൾ സമ്മേളന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. 2ാമത്തെ ദിവസം നടക്കുന്ന പൊതുസമ്മേളനം BSNL കേരള സർക്കിൾ ചീഫ് ജനറൽ മാനേജർ B സുനിൽകുമാർ ITS ഉദ്ഘാടനം നിർവഹിക്കും.
സംഘടനാ പ്രതിനിധികളും BSNLലെ ഉയർന്ന ഉദ്യോഗസ്ഥരും സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് VG സാബു, ജില്ലാ പ്രസിഡന്റ് MA ഗഫൂർ, സർക്കിൾ സെക്രട്ടറി ജിതേഷ് KP തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയാലിസിസ് സെന്റർ ഇനി പ്രമുഖ ഡോക്ടർ PM കുട്ടിയുടെ പേരിൽ അറിയപ്പെടും. സെന്ററിന്റെ ഡോക്ടർ PM കുട്ടി മെമ്മോറിയൽ ഡയാലിസിസ് സെന്റർ എന്ന പുനർനാമകരണ ചടങ്ങ് ജൂൺ 28-ന് മാതൃഭൂമി MD MV ശ്രേയംസ് കുമാർ നിർവഹിക്കും. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ നിയന്ത്രണത്തിൽ ചാലപ്പുറത്തുള്ള ഡയാലിസിസ് സെന്ററിന് ചാലപ്പുറത്തെ പ്രമുഖ ഡോക്ടറും ഡയാലിസിസ് സെന്റർ തുടങ്ങാൻ മാർഗദർശിയുമായ അന്തരിച്ച ഡോക്ടർ PM കുട്ടിയുടെ പേര് നൽകാൻ ബാങ്ക് ഭരണസമിതി തീരുമാനിച്ചു. 2012-ൽ 6 ഡയാലിസിസ് മെഷീനുകളുമായാണ് ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. 2014-ൽ കെട്ടിടം ഉൾപ്പെടുന്ന സ്ഥലം ബാങ്ക് വിലയ്ക്ക് വാങ്ങുകയും അവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. 12 ഡയാലിസിസ് മെഷീനുകളോടെ ഇവിടെ ഡയാലിസിസ് പൂർണ്ണമായും സൗജന്യമായാണ് ചെയ്തു വരുന്നത്. 2023-ൽ ഡയാലിസിസ് സെന്റർ 3 ഷിഫ്റ്റുകളിലായി പ്രതിദിനം 36 എന്ന തോതിൽ 72 രോഗികൾക്ക് സേവനം ലഭ്യമാക്കുന്നു. 2024 ജൂൺ 25-ാം തീയതി വരെ 77,759 ഡയാലിസിസ് ബാങ്ക് സൗജന്യമായി ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പ്രീമ മനോജ്, ബാങ്ക് ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് A ശിവദാസ്, A അബ്ദുൾ അസീസ്, KT ബീരാൻകോയ, ബാങ്ക് അസിസ്റ്റന്റ് ജനറൽ മാനേജർ K രാകേഷ് തുടങ്ങിയവർ അറിയിച്ചു. സാമ്പത്തികമായിട്ട് നമുക്ക് പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്കാണ് നമ്മൾ കൂടുതൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ചെയ്യുന്നത്. നമ്മൾ ആ ഡയാലിസിസ് സെന്റർ തുടങ്ങാനുള്ള ഒരു സ്പാർക്ക് ചെയർമാൻ കൊടുത്തത് നമ്മുടെ കുട്ടി ഡോക്ടറായിരുന്നു. കുട്ടി ഡോക്ടർ ഈ അടുത്ത് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ സ്മരണം നിലനിർത്താൻ കൂടിയാണ് നമ്മൾ ഈ സെന്ററിന് PM കുട്ടി ഡോക്ടർക്ക് ഇടുന്നത്. ജൂൺ 28-ന് വെള്ളിയാഴ്ച ഡയാലിസിസ് സെന്ററിന്റെ പേര് ഡോക്ടർ PM കുട്ടി മെമ്മോറിയൽ ഡയാലിസിസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്യുമെന്ന് ബാങ്ക് സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയംസ് കുമാർ ഡയാലിസിസ് സെന്ററിന്റെ പുനർനാമകരണം നിർവഹിക്കും. ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ MVR ക്യാൻസർ സെന്റർ ചെയർമാൻ CN വിജയകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി ഒളവണ്ണ GLP സ്കൂൾ ജാഗ്രതാ സമിതി പോലീസുമായി സഹകരിച്ചാണ് ബോധവൽക്കരണ പരിപാടികൾ നടത്തിയത്. ആധുനിക സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന വൻ വിപത്തിനെതിരെ സമൂഹത്തെ ബോധവാന്മാരാക്കുക എന്ന ഉദ്ദേശത്തോടെ ഒളവണ്ണ GLP സ്കൂൾ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ നല്ലളം ബീറ്റ് പോലീസ് ഓഫീസർ ബിജു, സതീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ലഹരിക്കെതിരെ കുട്ടിച്ചങ്ങലയും സംഘടിപ്പിച്ചു. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ സ്കൂളിലെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഹെഡ്മിസ്ട്രസ് ആനി സംസാരിച്ചു. ഞാൻ ലഹരിക്ക് അടിമപ്പെട്ടില്ല എന്ന സന്ദേശത്തിൽ രക്ഷിതാക്കളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ഒപ്പുശേഖരണവും നടത്തി. അധ്യാപികമാരായ ഷാജിന, സ്വപ്ന എന്നിവരും സംബന്ധിച്ചു. പരിസ്ഥിതിയെയും സംരക്ഷിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലഹരിവിരുദ്ധ റാലിയും ലഹരിവിരുദ്ധ സന്ദേശവും ഫ്ലാഷ് മോബുമായി മാങ്കാവ് നിർമ്മൽ ഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. കാളൂർ റോഡിൽ നടന്ന പരിപാടികളിൽ ജനപ്രതിനിധികളും അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കെടുത്തു.
നിർമ്മൽ ഹൃദയ EM സ്കൂൾ മാങ്കാവ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം കാളൂർ റോഡ് ജംഗ്ഷനിൽ ആചരിച്ചു. വാർഡ് കൗൺസിലർ ശ്രീ മോയിൻകുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സീക്രട്ട് ഹാർട്ട് കോൺഗ്രിഗേഷന്റെ സോഷ്യൽ വർക്ക് കൗൺസിലർ റവറൻഡ് സിസ്റ്റർ വിമല ജോസ് യുവതലമുറയ്ക്കുള്ള സന്ദേശം നൽകി. പ്രിൻസിപ്പൽ റവറൻഡ് സിസ്റ്റർ മേഴ്സിലിറ്റ്, മദർ സുപ്പീരിയർ സിസ്റ്റർ റിൻസി മാത്യു, സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി ബീന ശശിധരൻ, സ്റ്റാഫ് അംഗങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. ലഹരി വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി കുട്ടികൾ നടത്തിയ റാലിയും ഫ്ലാഷ് മോബും ചടങ്ങിനെ സമ്പുഷ്ടമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലഹരി വിപത്തിനെതിരെ ഫ്ലാഷ് മോബും വാക്കത്തോണും സംഘടിപ്പിച്ച് പാവങ്ങാട് MES സെൻട്രൽ സ്കൂൾ. ലഹരി മാഫിയയുടെ നേരിടാനായി എലത്തൂർ പോലീസിന്റെ സഹകരണത്തോടെ SBGക്ക് രൂപം നൽകി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പാവങ്ങാട് MES സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ വാക്കത്തോൺ സംഘടിപ്പിച്ചു. MES സെൻട്രൽ സ്കൂളിൽ നിന്നും ആരംഭിച്ച വാക്കത്തോൺ പുതിയങ്ങാടിയിലൂടെ പാവങ്ങാട് സ്കൂളിൽ സമാപിച്ചു. സ്കൂൾ സെക്രട്ടറി TPM സനൽ മുഹമ്മദ്, പ്രിൻസിപ്പൽ ഷജിന V, SMC മെമ്പർ അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാവങ്ങാട് ബസ് ബേക്ക് സമീപവും സ്കൂൾ കോമ്പൗണ്ടിലും വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ എലത്തൂർ പോലീസ് സ്റ്റേഷൻ SHO സജീവൻ സംസാരിച്ചു. കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തി ലഹരി മാഫിയയിൽ നിന്നും വിദ്യാർത്ഥികളെ അകറ്റി നിർത്തുന്നതിനും ലക്ഷ്യമിട്ട് എലത്തൂർ പോലീസിന്റെ സഹകരണത്തോടെ SPG രൂപീകരിച്ച് യോഗം ചേർന്നു. എലത്തൂർ സ്റ്റേഷൻ SHO സന്തോഷ് കുമാർ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സുരക്ഷാ ലഹരി വിമോചന കേന്ദ്രത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. ലഹരിയിൽ നിന്നും മുക്തമായ അനുഭവങ്ങൾ പങ്കിട്ട് ലഹരി മുക്തരും കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. അന്തേവാസികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കോഴിക്കോട് നടക്കാവിലുള്ള സുരക്ഷാ ലഹരി വിമോചന കേന്ദ്രത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. റിട്ടയർഡ് IAS TM അബൂബക്കർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സൈക്യാട്രിസ്റ്റ് ഡോക്ടർ K സത്യനാഥൻ അധ്യക്ഷനായിരുന്നു. പ്രൊജക്ട് ഡയറക്ടർ T അബ്ദുൽ നാസർ ആമുഖ പ്രഭാഷണം നടത്തി. ലഹരി മുക്തരും കുടുംബാംഗങ്ങളും അനുഭവങ്ങൾ പങ്കുവച്ചു. അന്തേവാസികളുടെ കലാപരിപാടികളും അരങ്ങേറി. സീനിയർ അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. കൗൺസിലർ സാബിത്ത് PA, അശ്വതി EK തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പുതിയറ BM UP സ്കൂൾ ജാഗ്രത ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശവും പ്രതിജ്ഞയും റാലിയും നടത്തി. റാലിയുടെ ഫ്ളാഗ് ഓഫ് പ്രധാനാധ്യാപിക ലൈസമ്മ വർഗീസ് നിർവഹിച്ചു. ലഹരി വിരുദ്ധ സന്ദേശം നൽകി. കുട്ടികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ആയിഷ ഷിഫ ചൊല്ലിക്കൊടുത്തു. ലഹരി വിരുദ്ധ സന്ദേശഗാനം നിത രഞ്ജിത്ത് ആലപിച്ചു. സൂസൻ ആഗ്നസ്, ഷജീർ ഖാൻ വയ്യാനം, ആൻസി ചീരൻ, ജെസി ശാലിനി, VK നിജിന, ഷൈനി റോസ്, സ്മിത ലക്ഷ്മി എന്നിവരും സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദാമ്പത്യം തകർന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ ജില്ലയിൽ കൂടി വരുന്നതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. താൻ നിലയുറപ്പിച്ച മുന്നണിയുടെ നിലപാടുകളിൽ തെറ്റ് സംഭവിച്ചാലും അത് ചൂണ്ടിക്കാണിക്കാൻ ആർജവം കാണിച്ച നേതാവായിരുന്നു AC ഷൺമുഖദാസ് എന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. കോൺഗ്രസ് ഇന്ത്യൻ ഭരണഘടനയെ കളിപ്പാട്ടമായി ഉയർത്തി കാണിക്കുമ്പോൾ BJP ഭരണഘടനയെ പ്രാണവായു പോലെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് BJP നേതാവ് MT രമേശ്. ലഹരി ഉപയോഗത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ തുറന്ന ചർച്ച നടത്തണമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. ഓഡിറ്റ് നടത്തി തീവണ്ടി യാത്രാ സുരക്ഷ റെയിൽവേ ഉറപ്പുവരുത്തണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.